ഇന്ത്യൻ ബജറ്റ് വിമാന കമ്പനിയായ ഇൻഡിഗോ കുവൈത്ത് കണ്ണൂർ സെക്ടറിൽ നേരിട്ടുള്ള സർവീസ് ആരംഭിക്കുന്നു. മാർച്ച് 15 മുതൽ ആഴ്ചയിൽ 6 ദിവസം കണ്ണൂരിൽ നിന്ന് കുവൈത്തിലേക്കും തിരിച്ചും നേരിട്ടുള്ള സർവീസുകളാണ് ഉണ്ടാവുക. നിലവിൽ കുവൈത്തിൽ നിന്നും ചെന്നൈ വഴി കണ്ണൂരിലേക്ക് ഇൻഡിഗോ കണക്ഷൻ സർവീസ് നടത്തുന്നുണ്ട്. ചൊവ്വയൊഴികെയുള്ള ദിവസങ്ങളിൽ പുലർച്ചെ 5 മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ 8 മണിക്ക് കുവൈത്തിലെത്തുകയും കുവൈത്തിൽ നിന്ന് രാവിലെ 9 മണിക്ക് പുറപ്പെട്ട് വൈകിട്ട് 4 മണിക്ക് കണ്ണൂരിലെത്തുകയും ചെയ്യുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. 35 ദിനാർ മുതലാണ് വൺ വേ നിരക്കുകൾ. മാർച്ച് 15-നാണ് ആദ്യ സർവീസ്. കണ്ണൂരിലേക്ക് നേരിട്ടുള്ള സർവീസ് ആരംഭിക്കുന്നത് മലബാർ മേഖലയിൽ നിന്നുള്ള പ്രവാസികൾക്ക് ഏറെ പ്രയോജനപ്പെടും. രാവിലെ 8 മണിക്ക് കുവൈത്തിലെത്തുന്നതുകൊണ്ട് പ്രവൃത്തി ദിനങ്ങൾ ലാഭിക്കാനും യാത്രക്കാർക്ക് സാധിക്കും. കഴിഞ്ഞ മാസം ആരംഭിച്ച കുവൈത്ത് ചെന്നൈ കണ്ണൂർ കണക്ഷൻ സർവീസ് നിലനിർത്തിയിട്ടുണ്ട്. ചെന്നൈക്ക് പുറമെ കൊച്ചി, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലേക്കാണ് ഇൻഡിഗോ കുവൈത്തിൽ നിന്നും നേരിട്ട് സർവീസ് നടത്തുന്നത്. മീഡിയ 1 കുവൈത്ത്. പ്രവാസി ക്ഷേമത്തിനായി കൺസോർഷ്യം ഉണ്ടാക്കാനുള്ള സംസ്ഥാനത്തിന്റെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ പരിഗണിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രവാസികളുടെ ക്ഷേമത്തിൽ വലിയ രീതിയിൽ ഇടപെടാൻ കഴിയുന്ന നിർദ്ദേശമായിരുന്നു ഇതെന്നും പ്രവാസി സമൂഹത്തെ അവഗണിക്കുന്ന നിലപാടാണ് കേന്ദ്രത്തിന്റേതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രവാസി സംഘം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേന്ദ്രത്തിനൊപ്പം സംസ്ഥാനത്തിന്റെയും പ്രവാസികളുടെയും വിഹിതം ഉൾപ്പെടുത്തി കൺസോർഷ്യം രൂപീകരിക്കാനുള്ള നിർദ്ദേശമായിരുന്നു സംസ്ഥാന സർക്കാരിന്റേത്. നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന പ്രവാസികളുടെ ക്ഷേമത്തിൽ വലിയ പങ്കുവഹിക്കാൻ കഴിയുമായിരുന്ന നിർദ്ദേശം കേന്ദ്രം അംഗീകരിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പുറത്തുപോയ ലക്ഷക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിവെച്ച പണം അത് ചെറിയ തുകയല്ല, വലിയ തുക കേന്ദ്ര ഗവൺമെന്റ് കയ്യിലുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പണം മുടക്കണം എന്ന് പറഞ്ഞാൽ പുതിയ എന്തെങ്കിലും ഒരു ബാധ്യത ഏറ്റെടുക്കേണ്ടതില്ല. പ്രവാസികളിൽ നിന്ന് ശേഖരിച്ച പണത്തിന്റെ ഒരു ഭാഗം ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ തന്നെ അത് വലിയ തുകയാവും. പ്രവാസികളെ കൊള്ളയടിക്കുന്ന നടപടിയാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇക്കാര്യം പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടും മാറ്റമുണ്ടായിട്ടില്ല. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും കൂടുതൽ ചാർജാണ് എയർ ഇന്ത്യ ഈടാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 4-5 ഇരട്ടിയൊക്കെയാണ് ചാർജ് വർദ്ധിപ്പിക്കുന്നത്. ഇതിനുള്ളൊരു പ്രത്യേകത, ഇതിനെതിരെ ശബ്ദിക്കാത്ത ഒരു കൂട്ടരും നമ്മുടെ നാട്ടിലില്ല. പക്ഷേ മാറ്റമില്ല എന്ന് മാത്രം. ഇതങ്ങനെ തന്നെ തുടരുക. 2 ദിവസമായി നടക്കുന്ന കേരള പ്രവാസി സംഘം സംസ്ഥാന സമ്മേളനം സമാപിച്ചു. പ്രവാസികൾക്കായി മുഴുവൻ ജില്ലകളിലും നൈപുണ്യ വികസന കേന്ദ്രം തുടങ്ങണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രസിഡന്റായി PT കുഞ്ഞുമുഹമ്മദിനെയും ജനറൽ സെക്രട്ടറിയായി KV അബ്ദുൽ ഖാദർ MLAയെയും വീണ്ടും തെരഞ്ഞെടുത്തു. മീഡിയ 1 കോഴിക്കോട്. റിയാദ് മെട്രോ പദ്ധതിക്കായുള്ള ട്രെയിൻ ബോഗികൾ എത്തിത്തുടങ്ങി. ജർമ്മനിയിൽ നിന്നാണ് അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ബോഗികൾ എത്തിക്കുന്നത്. ഡ്രൈവർ ഇല്ലാതെ സഞ്ചരിക്കുന്ന ട്രെയിനുകൾ 24 മണിക്കൂറും ടെസ്റ്റ് റൺ നടത്തും. ജർമ്മനിയിൽ നിർമ്മിച്ച ട്രെയിൻ ബോഗികൾ എത്തുകയാണ് സൗദി തലസ്ഥാനത്തേക്ക്. 176 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് റിയാദ് മെട്രോ. 6 ലൈനുകൾ. 3 കമ്പനികൾക്കാണ് ഇവയുടെ നിർമ്മാണ ചുമതല. നീല, ചുവപ്പ് ലൈനുകളാണ് ഇതിൽ BACS കമ്പനിക്ക്. 63 കിലോമീറ്റർ ട്രാക്കിലേക്ക് നിർമ്മിച്ച ട്രെയിനുകളാണ് ജർമ്മനിയിൽ നിന്നും എത്തുന്നത്. ജർമ്മനിയിൽ നിന്ന് ഓസ്ട്രിയ വഴിയും പിന്നീട് ചെങ്കടൽ വഴി സൗദിയിലെ ദമാമിലേക്കും ബോഗികളെത്തും. 67 മെട്രോ വാഹനങ്ങളാണ് BACSന് വേണ്ടി സീമൻസ് കമ്പനി നൽകുക. 2 ബോഗികളുള്ള 26 ട്രെയിനുകളും 4 ബോഗികളുള്ള 41 ട്രെയിനുകളും കൂടാതെ ഓട്ടോമാറ്റിക് ട്രെയിൻ കൺട്രോൾ സിസ്റ്റവും ഇവർ നൽകുന്നു. തീപിടിക്കാത്ത അലൂമിനിയം ബോഗികൾ. ഓരോ ബോഗിക്കും 1.4 മീറ്റർ നീളമുള്ള 3 ഡോറുകൾ. ഫാമിലി ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, സിംഗിൾ ക്ലാസുകളിലാണ് സീറ്റുകൾ. സുരക്ഷ മാനിച്ച് യാത്രക്കാരുടെ സംഭാഷണങ്ങളും ദൃശ്യങ്ങളും പകർത്താൻ ക്യാമറകൾ. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയാണ് മെട്രോയ്ക്ക്. റിയാദിലെത്തുന്ന ട്രെയിനുകൾ വിവിധ ട്രാക്കുകളിൽ മുഴുവൻ സമയ ഗുണനിലവാര പരിശോധനയ്ക്കായി ഓടും. റിയാദ് മെട്രോ ഈ വർഷം ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കും. 2021-ൽ സമ്പൂർണ്ണമായി ട്രെയിനുകൾ ഓടും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഒമാനിലെ പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ ഏഷ്യ എക്സ്പ്രസ് എക്സ്ചേഞ്ചിന്റെ ശാഖ വാദി അൽ ലവാമി ലുലുവിൽ പ്രവർത്തനം ആരംഭിച്ചു. നിലവിൽ 32 ബ്രാഞ്ചുകളാണ് ഒമാനിൽ ഏഷ്യ എക്സ്പ്രസ് എക്സ്ചേഞ്ചിന് ഉള്ളത്. സീബ് വാലി ഷെയ്ഖ് ഇബ്രാഹിം ബിൻ യാഹിയ അൽ റവാഹി ബ്രാഞ്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഏഷ്യ എക്സ്പ്രസ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ്,
ഡയറക്ടർ ഷെയ്ഖ് മുഹമ്മദ് ഹാമിദ് അലി അൽ ഗസാലി, മുതിർന്ന മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ഉപഭോക്താവിന് ഏറ്റവും മികച്ച സേവനം ഉറപ്പാക്കുന്നതിന് തങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു വരുന്നതായി മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ് പറഞ്ഞു. നിയർ ടു ലൊക്കേഷൻസിൽ ഐഡിയൽ ചോയ്സ് ഓഫ് ലൊക്കേഷൻസ് കണ്ടുപിടിച്ചുകൊണ്ട് ആ സ്ഥലത്ത് ഞങ്ങൾ ബ്രാഞ്ചുകൾ തുറക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ 2010 ആദ്യമായി ഞങ്ങളുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 32 ബ്രാഞ്ചിൽ വന്ന് അവസാനിക്കുന്നു. ഇക്കൊല്ലം ഇനിയും ഞങ്ങളൊരു 4 ബ്രാഞ്ചിൻ്റെ ഓപ്പറേഷനും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു. ഏഷ്യ എക്സ്പ്രസ് ഉപഭോക്താക്കൾക്കായി മൊബൈൽ ആപ്പ് പുറത്തിറക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ്. ഇൻസ്റ്റന്റ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, പേയ്മെന്റ് ട്രാക്കിംഗ്, പേയ്മെന്റ് ഹിസ്റ്ററി തുടങ്ങി വിവിധ സേവനങ്ങൾ ആപ്ലിക്കേഷനിൽ ഉണ്ടാകും. മീഡിയ 1 മസ്കത്ത്. ഗൾഫ് മാധ്യമം സൗദി അറേബ്യയിൽ സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ കരിയർ മേള എഡ്യു കഫേ സീസൺ 3 റിയാദിൽ പ്രൗഢമായ തുടക്കം. നിറഞ്ഞ സദസ്സിന് സാക്ഷിയാക്കി ഇന്ത്യൻ എംബസി DCM ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ മേള ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം 5000-ലേറെ പേരാണ് പരിപാടിക്കെത്തിയത്. നേരത്തെ രജിസ്റ്റർ ചെയ്തവരും രാവിലെ രജിസ്റ്റർ ചെയ്തവരുമടക്കം 5000-ലേറെ പേരാണ് വിദ്യാഭ്യാസ മേളയ്ക്കെത്തിയത്. സൗദിയിൽ ഗൾഫ് മാധ്യമം സംഘടിപ്പിക്കുന്ന എഡ്യു കഫേയുടെ 3ാമത് എഡിഷനാണ് റിയാദിലേത്. നിറഞ്ഞു കവിഞ്ഞ ഇന്ത്യൻ എംബസി സ്കൂളിലെ വേദിയിൽ ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ എഡ്യു കഫേ ഉദ്ഘാടനം ചെയ്തു. I am also very happy to note that almost 20 universities are here, and I think perhaps for the first time we are also having Saudi universities among us, and this is a sign of not only the growing importance of the Indian diaspora students in the region, but also the kind of relationship that India and Saudi Arabia are developing over the years. ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ VK ഹംസ അബ്ബാസ്, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ഡോക്ടർ ദിൽഷാദ് അഹമ്മദ്, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഷൗക്കത്ത് പർവേസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ യൂണിവേഴ്സിറ്റികൾ പങ്കെടുക്കുന്ന കരിയർ മേളയും വിവിധ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ അണിനിരക്കുന്ന എക്സ്പോയും വിവിധ സമാന്തര സെക്ഷനുകളുമുണ്ട്. 8 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമാണ് പ്രധാന സെക്ഷനുകളിൽ പ്രവേശനം. എക്സ്പോയിലേക്ക് പൊതുജനത്തിനും അവസരമുണ്ട്. മീഡിയ 1 റിയാദ്. വിദ്യാർത്ഥികൾക്ക് അവസരങ്ങളുടെ വാതിൽ തുറന്നുകൊടുത്താണ് എഡ്യു കഫേയുടെ 1ാം ദിനം അവസാനിച്ചത്. വിവിധ സെഷനുകളിലായി പ്രമുഖർ പങ്കെടുത്തു. സമാന്തര സെഷനുകളിലും കരിയർ എക്സ്പോയിലും 100 കണക്കിന് വിദ്യാർത്ഥികളാണ് എത്തിയത്. റിയാദിൽ ആദ്യമായാണ് ഗൾഫ് മാധ്യമത്തിന്റെ എഡ്യു കഫേ എത്തുന്നത്. 3000-ലേറെ വിദ്യാർത്ഥികൾ ആദ്യ ദിനമെത്തി. രാവിലെ മുതൽ വിവിധ സെഷനുകളിലായി ക്ലാസുകളും പഠനവേദികളും നടന്നു. കൊച്ചി മെട്രോ MD APM മുഹമ്മദ് ഹനീഷ്, റിയാദ് പ്രിൻസ് സുൽത്താൻ യൂണിവേഴ്സിറ്റി പ്രൊഫഷണൽ കൺസൾട്ടന്റ് ഡയറക്ടർ ഡോക്ടർ സാറ അൽ ഷെരീഫ് എന്നിവർ രാവിലത്തെ സെഷനുകൾ കൈകാര്യം ചെയ്തു. മൈൻഡ് റീഡറും മെന്റലിസ്റ്റുമായ ആദി ആദർശിന്റെ സെഷൻ വിദ്യാർത്ഥികളെ പിടിച്ചിരുത്തി. സിജിയുടെ നേതൃത്വത്തിൽ വിപുലമായ സമാന്തര സെഷനും നടന്നു. 100 കണക്കിന് വിദ്യാർത്ഥികളാണ് വിവിധ ഘട്ടങ്ങളിലായി നടന്ന സെഷനുകളിൽ പങ്കെടുത്തത്. വിവിധ സർവകലാശാലകളുടെ സ്റ്റാളുകളുമുണ്ടായി. വിഭവസമൃദ്ധമായ വിദ്യാഭ്യാസ വിരുന്നൂട്ടിയാണ് എഡ്യു കഫേയുടെ ആദ്യ ദിനം അവസാനിക്കുന്നത്. മീഡിയ 1 റിയാദ്. വൈജ്ഞാനികമായ മുന്നേറ്റത്തിലൂടെ മാത്രമേ ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് മാധ്യമം മീഡിയ 1 ഗ്രൂപ്പ് എഡിറ്റർ O അബ്ദുറഹിമാൻ അജ്മാനിൽ ചേന്ദമംഗലൂർ ഇസ്ലാഹിയ സ്ഥാപനങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു പരിഗണനയും ലഭിക്കുകയില്ല എന്ന ഉറച്ച ബോധ്യത്തോടെ വൈജ്ഞാനികമായി മുന്നേറാനാണ് മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നാക്ക വിഭാഗങ്ങൾ ശ്രമിക്കേണ്ടത്. ആർക്കും അവഗണിക്കാൻ കഴിയാത്ത വിധമായിരിക്കണം മുന്നേറ്റമെന്നും ഇസ്ലാഹിയ അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ O അബ്ദുറഹ്മാൻ ഓർമ്മിപ്പിച്ചു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പിന്നോക്കക്കാർക്ക് 10% സംവരണം ഉദ്യോഗങ്ങളിലും ഉയർന്ന വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയും തീരുമാനിക്കുകയൊക്കെ ചെയ്ത കാര്യമാണ്. പക്ഷെ അതിൽ പോലും മുസ്ലിങ്ങളോട് നീതി ചെയ്യുമെന്ന് ഒരു പ്രതീക്ഷയും ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കില്ല. ചേന്ദമംഗലൂർ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, ഇസ്ലാഹിയ കോളേജ്, വാദി റഹ്മ, മീഡിയ അക്കാദമി, അൽ ഇസ്ലാഹ് ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങി ചേന്ദമംഗലൂർ ഇസ്ലാഹിയ അസോസിയേഷൻ നടത്തുന്ന സ്ഥാപനങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഒത്തുചേർന്നത്. ഡോക്ടർ ഷഹീദ് റമദാൻ, KCC ഹുസൈൻ, K സുബൈദ, T അബ്ദുള്ള, അൻവർ വാണിയമ്പലം എന്നിവർ സംസാരിച്ചു.
പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നമ്മളുടെ സമുദായത്തിലും മീഡിയ 1 അജ്മാൻ. കോൺഗ്രസ് ഭരണത്തിലെത്തിയാൽ സൗദിയിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനുള്ള സംവിധാനം ഒരുക്കുമെന്ന് കോഴിക്കോട് MP MK രാഘവൻ. പ്രവാസികളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ലീഗൽ സെൽ കൊണ്ടുവരുമെന്നും MP പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് MP-യുടെ സന്ദർശനം. പ്രവാസികളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും പഠിച്ച് രാഹുൽ ഗാന്ധിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാസികൾക്കായി പല തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ പ്രവാസികൾക്ക് ആഫ്റ്റർ 12th +2 കഴിഞ്ഞാൽ പഠിക്കാനുള്ള ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസ് സ്ഥാപിക്കും. അതിനുവേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ തുടരും. ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ പറയും എന്നാണ്, ഉൾപ്പെടുത്തുമെന്നാണ് എനിക്കത് സൂചിപ്പിക്കാറുള്ളത്. പ്രവാസികളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ലീഗൽ സെൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, അഡ്വക്കേറ്റ് PM നിയാസ് എന്നിവരും പങ്കെടുത്തു. PM നജീബ്, മീഡിയ ഫോറം പ്രതിനിധി അഷ്റഫ് ആളത്ത്, MM നയീം എന്നിവരും സംബന്ധിച്ചു. മീഡിയ 1 ദമാം. കേരളത്തിൽ ആദ്യമായി പിന്നാക്കക്കാർക്ക് വിദ്യാഭ്യാസം നൽകിയത് കേരളത്തിലെത്തിയ അറബികളാണെന്ന് മുൻ DGP അലക്സാണ്ടർ ജേക്കബ് IPS. ഹ്രസ്വ സന്ദർശനാർത്ഥം സൗദിയിലെത്തിയ അദ്ദേഹം ദമാമിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. 4000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഇന്ത്യയും അറേബ്യയും തമ്മിലുള്ള ബന്ധം. അറബ് സംസ്കാരവും ഭാഷയും ഏറെ സ്വാധീനിക്കപ്പെട്ടത് കേരളത്തെയാണെന്നും അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞു. മാലിക് ഇബ്നു ഹബീബ് എന്നായിരുന്നു. അദ്ദേഹം ഒമാന്റെ ഭൂപ്രദേശത്ത് നിന്നാണ് വന്നതെന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളും ആണ് കേരളത്തിൽ ആദ്യമായി OBC വിദ്യാഭ്യാസം, SC/STകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തത്. അതാണ് പിന്നീട് കുര്യാക്കോസ് ഏലിയാസ് അച്ഛനും ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയൊക്കെ തുടർന്ന നവോത്ഥാനത്തിൻ്റെ വലിയ കാലഘട്ടം എന്ന് പറയുന്നു. അങ്ങനെ ഇസ്ലാമിലെ അധ്യാപകർ കേരളത്തിൽ വലിയ സാംസ്കാരികമായ മാറ്റം വരുത്തി. കേരളത്തിൽ പോലീസ് സംവിധാനം നവീകരിക്കേണ്ട സമയം അതിക്രമിച്ചു. കേരളത്തിലെ സമകാലിക സംഭവങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞതിങ്ങനെ: പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് ഇല്ല, പൊളിറ്റിക്കൽ സ്ലേവറി ഉണ്ട്. 3% പേര് മാത്രമേ ചിന്തിച്ചോട്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെയാണ് മിസ്റ്റേക്ക്. 2, ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ആഴത്തിൽ ഒന്നിനെപ്പറ്റിയും പഠിക്കുകയില്ല. ഒരു സർഫസ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. സാക്ഷരത ഉണ്ടെങ്കിലും ഹയർ എഡ്യൂക്കേഷൻ ഇല്ല. മീറ്റ് ദ പ്രസ് പരിപാടിയിൽ MM നയീം അധ്യക്ഷത വഹിച്ചു. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1 ദമാം. ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നംപറമ്പിലിന് ജിദ്ദയിൽ സ്വീകരണം നൽകി. വിവിധ കൂട്ടായ്മകൾ ചേർന്നൊരുക്കിയ സ്വീകരണം ജിദ്ദ കണ്ട ഏറ്റവും വലിയ ജനബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമായി. പ്രളയത്തിന് ശേഷം ജനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി ഫിറോസ് പറഞ്ഞു. ചെറുകിട കച്ചവടക്കാരുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ ക്ഷണം സ്വീകരിച്ചാണ് ഫിറോസ് കുന്നുംപറമ്പിൽ ജിദ്ദയിലെത്തിയത്. ഗ്ലോബൽ കേരള പ്രവാസി വെൽഫെയർ അസോസിയേഷൻ, എടത്തനാട്ടുകര പ്രവാസി കൂട്ടായ്മ ജീവ, ബഗാല വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയവർ ഒരുക്കിയ സ്വീകരണത്തിൽ തടിച്ചുകൂടിയത് ജിദ്ദയിലെ ഏറ്റവും വലിയ ജനസഞ്ചയമായിരുന്നു. ജിദ്ദക്ക് പുറമെ മക്ക, മദീന, തോയിഫ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ വരെ പരിപാടിക്കെത്തി. സ്വീകരണ കേന്ദ്രത്തിലെത്തിയ ഫിറോസിന് ജനങ്ങളുടെ സ്നേഹപ്രകടനങ്ങൾക്കിടയിലൂടെ വേദിയിലെത്താൻ ഏറെ പ്രയാസപ്പെടേണ്ടി വന്നു. സ്വയം ഫോട്ടോകളെടുത്ത് പങ്കുവച്ച് സംതൃപ്തി അടയുന്നവർ തങ്ങളുടെ നാട്ടിലെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കർമ്മരംഗത്തിറങ്ങണമെന്ന് ഫിറോസ് ആവശ്യപ്പെട്ടു. ഞാൻ ആ കാബയെ നോക്കിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചത്, ഈ ജീവിതം കൊണ്ട് ഞാൻ ഇന്ന് ചെയ്തു പോകുന്നത് പോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇതുപോലെ മരിക്കുന്നത് വരെ ജീവിക്കാൻ സാധിക്കണേ എന്നായിരുന്നു. ചടങ്ങിൽ വിവിധ കൂട്ടായ്മകൾ ധനസഹായ ചെക്ക് കൈമാറി. ആലുങ്ങൽ മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഇസ്മായിൽ മരുതേരി മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൽ ഹക്ക് തിരൂരങ്ങാടി, ജമാൽ മഞ്ചേരി, ഫിറോസ് അലി പാറക്കോട്ടിൽ, സലാം മട്ടന്നൂർ, സുബൈർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1 ജിദ്ദ. ഗൾഫ് മാധ്യമത്തിന്റെ ഹാർമോണിയസ് കേരള പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച കുട്ടികളുടെ ചിത്രരചനാ മത്സരത്തിന് മികച്ച പങ്കാളിത്തം. അതിരുകളില്ലാത്ത മാനവികത എന്നതായിരുന്നു മത്സരത്തിന്റെ വിഷയം. മസ്കത്ത് നഗരസഭയുടെ രക്ഷാകർതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മലയാള വിഭാഗത്തിന് പുറമെ മസ്കത്തിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ മൈൻഡ് മസ്കത്തും മത്സരവുമായി സഹകരിച്ചു. ജൂനിയർ വിഭാഗത്തിലുള്ളവർക്ക് രാവിലെയും സീനിയർ വിഭാഗത്തിലുള്ളവർക്ക് ഉച്ചയ്ക്ക് ശേഷവുമാണ് മത്സരം നടന്നത്. റൂവി ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാളം വിഭാഗം ഹാളിലായിരുന്നു മത്സരം. ഹ്യൂമാനിറ്റി ബിയോണ്ട് ദ ബൗണ്ടറീസ് എന്ന തീമിൽ നിന്നുകൊണ്ടാണ് നടത്തുന്നത്. ഇന്ത്യൻ സ്കൂളിലെയും അതുപോലത്തെ പുറത്തുള്ളതുമായ ഒരുപാട് കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്.
ഗൾഫ് മാധ്യമം ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കുട്ടികൾക്ക് സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ കാണിക്കാനുള്ളൊരു വേദിയാണിത്. സാധാരണ സ്കൂളുകളിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ച് കണ്ടിട്ടുള്ളത്. വാട്ടർ കളർ, പെൻസിൽ, സ്കെച്ച് തുടങ്ങി വിവിധ മാധ്യമങ്ങളിലാണ് വിദ്യാർത്ഥികൾ ചിത്രം വരച്ചത്. വിജയികളെ ഈ മാസം 25-ന് നടക്കുന്ന ഹാർമോണിയസ് കേരള വേദിയിൽ പ്രഖ്യാപിക്കും. വിജയികൾക്ക് കൊച്ചിൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന സ്വർണ്ണ നാണയം ഉൾപ്പെടെ ആകർഷക സമ്മാനങ്ങളും വിതരണം ചെയ്യും. മീഡിയ 1 മസ്കത്ത്. മാർച്ച് 1 മുതൽ ആരംഭിക്കുന്ന ഗോ എയറിന്റെ മസ്കറ്റ് കണ്ണൂർ സർവീസിന്റെ ടിക്കറ്റ് ബുക്കിംഗ് വെള്ളിയാഴ്ച ആരംഭിച്ചു. തുടക്കത്തിൽ മസ്കത്തിൽ നിന്ന് വെള്ളി, ഞായർ, ബുധൻ ദിവസങ്ങളിലാണ് സർവീസ് ഉണ്ടാവുക. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കണ്ണൂർ മസ്കത്ത് സർവീസ് ഏപ്രിലിൽ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്വന്തം നാട്ടിൽ നേരിട്ട് വിമാനമിറങ്ങുമോ എന്ന സന്തോഷം സാക്ഷാത്കരിക്കുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഒമാനിലെ കണ്ണൂരുകാർ. KMCCയുടെ ബഹ്റൈൻ ഘടകത്തിന്റെ 40-ാം വാർഷികാഘോഷ പരിപാടികൾ PK കുഞ്ഞാലിക്കുട്ടി MP ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 25-ന് വൈകിട്ട് 6:30-ന് മനാമ അൽരാജ സ്കൂളിൽ നടക്കുന്ന ചടങ്ങിലാണ് ഉദ്ഘാടനം നടക്കുക. കൊല്ലം ഷാഫി, യുംന എന്നിവർ നയിക്കുന്ന മെഹഫിൽ നിലാവും അരങ്ങേറും. സമർപ്പിത സംഘബോധത്തിന്റെ 40 ആണ്ട് എന്ന പ്രമേയത്തിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഇതോടനുബന്ധിച്ച് നിരവധി ജീവകാരുണ്യ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ബഹ്റൈനിൽ പ്രവാസി ഗൈഡൻസ് ഫോറത്തിന്റെ 10-ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ മാസം 25-ന് വൈകിട്ട് 7:30-ന് സൽമാനിയയിലെ KCA ഹാളിലാണ് പരിപാടി. ഈ വർഷത്തെ കർമ്മജ്യോതി പുരസ്കാരം സാമൂഹിക പ്രവർത്തകൻ ഫ്രാൻസിസ് കൈതാരത്തിന് ചടങ്ങിൽ സമ്മാനിക്കും. മുൻ ഹയർ സെക്കൻഡറി ഡയറക്ടർ ജെയിംസ് ജോസഫും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസും ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു.